എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു കസ്റ്റമറിന് വേണ്ടി ഒരു എക്സ്റ്റൻഷൻ കേബിളിൻ്റെ സെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് നമ്മൾ 4 സ്ക്വയറിൻ്റെ 3 കോർ വയർ ഫ്ലാറ്റ് വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതെന്നുള്ള വിശേഷങ്ങൾ കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് മിസ്സാകാതിരിക്കാൻ വേണ്ടി ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇതെങ്ങനെയാണ് ഒരു എക്സ്റ്റൻഷൻ കേബിൾ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. EV ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ കേബിൾ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 4 സ്ക്വയറിൻ്റെ 3 കോർ വയറാണ്, ഫ്ലാറ്റ് വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ 4 സ്ക്വയറിന് ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആ 4 സ്ക്വയറിൻ്റെ വയർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ EV ചാർജ് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കുന്നത്. കസ്റ്റമർക്ക് ഏകദേശം 20 മീറ്ററാണ് നീളം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 20 മീറ്ററിൻ്റെ വയറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 8ൻ്റെ ഒരു ബോക്സും നമ്മൾ മേടിച്ചിട്ടുണ്ട്. കസ്റ്റമറിന് പിന്നീടത്തേൽ മറ്റേ ഡിജിറ്റൽ മീറ്റർ വെക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് അത്രയും വലിയ ബോക്സ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു പവർ പ്ലഗ്, പിന്നെ ഒരു DP സ്വിച്ച്, പിന്നെ എക്സ്റ്റേണൽ എർത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള എർത്തിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കസ്റ്റമറിന് എർത്ത് വയർ ഒരു 10 മീറ്റർ എർത്ത് വയറും കൊടുക്കുന്നുണ്ട്. നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ DP സ്വിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്വിച്ച് വെച്ചു. ഇനി 16 ആംപിയറിൻ്റെ പവർ പ്ലഗ്, ഇത് മറ്റേ എർത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള 6 ആംപിയറിൻ്റെ ചേർത്ത് വരാം. അത് നമ്മൾ ഇങ്ങോട്ട് വേണേൽ ചേർത്ത് വെക്കാം, ഇവിടെ തന്നെ ചേർത്ത് തന്നെ വെച്ചേക്കാം. അപ്പം പിന്നെ എളുപ്പമുണ്ടല്ലോ. ഇനി 2 ഡമ്മിയും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ടാൽ ഇത് ക്ലിയറായി. അത്രയും വലിയ വയർ മേടിച്ചിട്ട് നമ്മളൊരു കാരണവശാലും അകത്തെ വയർ കനം കുറഞ്ഞത് കൊടുക്കല്ല, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിടിപ്പിക്കുമ്പോൾ ഈ സ്ക്രൂ എല്ലാം നല്ല ടൈറ്റായിട്ട് മുറുക്കണം, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ലൂസ് കണക്ഷനാണ്. ഇത്രയും കറണ്ട് വലിക്കുന്നതല്ലേ. അപ്പം ആ കാര്യത്തിലൊരു കോംപ്രമൈസും ചെയ്യില്ല. ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നീല എർത്തും ചുമല ഫേസും മഞ്ഞ ന്യൂട്രലായിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വെച്ചാൽ മെയിനായിട്ട് DP സ്വിച്ച് വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ചാർജ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഈ ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ അവർ കറക്റ്റായിട്ട് വയറിങ് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ മാറിപ്പോയാലും ഒരു ഇഷ്യൂ, നമുക്ക് ഷോക്ക് അടിക്കുകയോ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് DP സ്വിച്ച് വെക്കുന്നത്. അപ്പം 2 ലൈനും 2 ഫേസും കട്ടാകും, ഫേസും ന്യൂട്രലും കട്ടായേക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാതെ ചാർജ് ചെയ്യാൻ പറ്റും. മറ്റേ എന്തെങ്കിലും ഒരു ചെറിയൊരു പാകപ്പഴ വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്കൊട്ട് ഷോക്ക് അടിക്കുന്ന ഒരു ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും പേടിക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് ചാർജ് ചെയ്യാൻ പറ്റും.
കാരണം ന്യൂട്രൽ വരേണ്ടടുത്ത് ഫേസ് വരേണ്ടടുത്ത് ന്യൂട്രലുമായിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്ന പവർ പ്ലഗ് ആണെങ്കിൽ പണി കിട്ടും നമുക്കിട്ടപ്പോൾ. അപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ എർത്ത് കാണില്ല. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പം ഇത്തേന്നുള്ള എർത്തേന്ന് ഒരു എർത്തെടുത്ത് നമ്മൾ ഈ സെക്കൻഡറി നമ്മുടെ ഈ മെയിൻ സപ്ലൈ എന്ന ഒരു എർത്തെടുത്തിട്ട് നമ്മൾ ഈ സെക്കൻഡറി എർത്തിൻ്റെ ഇത്തലോട്ട് കൊടുക്കും. അപ്പോൾ അതിന് ഇവിടെ എർത്ത് വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇതേന്ന് കണക്ഷൻ എടുത്ത് മണ്ണിൽ വെള്ളം ഒഴിച്ച് കുത്തി നമുക്ക് എർത്തെടുക്കാൻ പറ്റും. അടുത്ത് നമ്മൾ എർത്ത് റോഡ് കട്ട് ചെയ്ത് റെഡിയാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എർത്ത് വയർ കണക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മൾ ഇത് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് റെഡിയാക്കാൻ പോവാണ്. നമുക്ക് വീഡിയോ എടുത്ത വഴിക്ക് നമുക്ക് എക്സ്റ്റേണൽ എർത്ത് കൊടുക്കുന്ന റോഡെ കണക്ട് ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതെൻ്റെ വണ്ടിയിലെ എക്സ്റ്റേണൽ എർത്തിൻ്റെ കേബിളാണ്. നമ്മൾ ഈ റോഡ് മേടിക്കാൻ കിട്ടുന്നതിൻ്റെ മേൽവശത്ത് ഇതുപോലൊരു ഹോളുണ്ട്. ആ ഹോളിൽ നെറ്റ് ബോൾട്ട് ഇട്ട് ആ വയർ സെറ്റ് ചെയ്യുക. അതിൻ്റെ ഇങ്ങേറ്റത്ത് നമ്മൾ ആ പ്ലഗ് പോയിൻറ്റും പിടിപ്പിക്കുക. ഇത് 10 മീറ്ററിൽ കൂടുതലുണ്ട്. ഒരു 10 മീറ്ററൊക്കെ ധാരാളം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഞാൻ ആ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയ ഇത് വേറെ ആയിട്ട് എടുത്ത് ചേർക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഒരു ഗീവ് അവേ അനൗൺസ്മെൻറ്റും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കേട്ടിട്ട് പോവാം. ബൈ. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗീവ് അവേ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. വേറൊന്നുമല്ല, EV ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ ബോക്സ് 20 മീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ ബോക്സ് വിത്ത് ഡിജിറ്റൽ മീറ്റർ ആണ് നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നമ്മുടെ ഈ വീഡിയോ നിങ്ങളൊരു 4 പേർക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. EV ഉള്ളവരാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്പെടും. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മളൊരു 15 ദിവസത്തിന് ശേഷം നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ലൈവായിട്ട് എടുത്തിട്ട് അതിനെ വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഒരു ഫസ്റ്റ് ഗീവ് അവേ ആണ് നമ്മുടെ ചാനലിലെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.